ജി അങ്കമാലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് മെയിൻ ആയിട്ട് പവർ കൊടുക്കുന്ന പവർ കോഡിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കൂലേ എന്താണ് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം പറയാനുള്ളതെന്ന്. പക്ഷെ പവർ കോഡിനെ കുറിച്ച് ഒരു നല്ല ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ഇംപെക്സിന്റെ ഇൻഡക്ഷൻ കുക്കർ ആണ്. 1500 വാട്ട്സ് ആണ് ഇതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. 1500 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ 230 വോൾട്ട് 6 ആംപിയറിൽ കൂടുതൽ കറണ്ട് ആയി എന്നുള്ളതാണ്. പക്ഷേ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ 3 പിൻ ടോപ്പ് എന്ന് പറയുന്നത് 6 ആംസ് ആണ്. കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 6 ആംസിന്റെ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് ടോപ്പും അതിൽ 10 ആംസ് കപ്പാസിറ്റി ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഈ കേബിൾ നോക്കുമ്പോൾ നല്ല കട്ടിയുള്ളതാണ്. ഒരു 10 ആംസ് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. കേബിളിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ ഈ പ്ലഗിലേക്ക് വരുമ്പോൾ ഇതിൽ 6 ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാവാൻ പറ്റും. ഇതിന്റെ ന്യൂട്രൽ പിന്നിന്റെ അടിഭാഗം വൈറ്റ് കളറിൽ കാണുന്നത് മെൽറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് കാരണം 16 ആംപിയറിന്റെ സ്ഥാനത്ത് വെറും 6 ആംപിയറിന്റെ പ്ലഗ് ടോപ്പ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. 1500 വാട്ട്സ് എന്ന് പറയുമ്പോൾ 6 ആംസിൽ കൂടുതൽ പവർ എടുക്കുന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ എന്തിനായിരിക്കും ഈ കമ്പനി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ലാഭത്തിന് വേണ്ടിയായിരിക്കില്ലേ. പിന്നിന്റെ അടിഭാഗം ഉരുകിയിരിക്കുന്നതും ഓവർ ഹീറ്റ് ആയതുകൊണ്ട് നിരന്തരം സ്പാർക്കിംഗ് നടക്കുന്നത് കൊണ്ട് ഈ പിന്നിൽ വന്നിരിക്കുന്ന കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ടോപ്പ് പ്ലഗിൽ കുത്തി വർക്ക് ചെയ്യുമ്പോൾ ഇത് മെൽറ്റ് ആവുന്ന അവസ്ഥയിൽ ഇതിന്റെ പിന്നുകൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം വരികയും പ്ലഗിനുള്ളിൽ ആർക്കിംഗ് ഉണ്ടാവുകയും ചെയ്യും. അത് RCCB ട്രിപ്പ് ആകുന്നതിനും ഇൻഡക്ഷൻ കുക്കർ കംപ്ലൈന്റ് ആകുന്നതിനും കാരണമാവുകയും ചെയ്യും. ചെറിയൊരു കംപ്ലൈന്റ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പറയാൻ പോകുന്നത് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഇതിന്റെ പിന്നിനെ കുറിച്ചാണ്. എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഈ സെയിം ടൈപ്പ് പിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് പവർ കോഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ. ഈ ബോർഡിലുള്ള കണക്ടർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിന്റെ നടുവിൽ ഒരു ഹോൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതൊരു ലോക്ക് സിസ്റ്റം ആണ്. ഈ കണക്ടർ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പിന്നു കൊണ്ട് ഹോളിൽ അമർത്തി വളരെ സോഫ്റ്റ് ആയി പൊക്കിയെടുക്കാവുന്നതാണ്. യഥാക്രമം ഇതിന്റെ കേബിളിലുള്ള കണക്ടറിൽ ബോർഡിലെ കണക്ടറിന്റെ ഹോള് വരുന്ന ഭാഗത്ത് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷൻ ഈ ഹോള് വന്ന് ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈ കേബിള് പ്രോപ്പർ ആയിട്ട് കണക്ട് ആയി കിട്ടുന്നത്. ഇത് ഇനി ഊരിയെടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേബിളിൽ കാണുന്ന കണക്ടറിലുള്ള പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം പതുക്കെ പുറകിലേക്ക് ഒന്ന് തള്ളിയെടുക്കണം. എന്നിട്ട് ആ കേബിള് മുകളിലേക്ക് ഒന്ന് എടുക്കേണ്ടതാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ ബലം പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഊരി പോന്നോളൂ. പക്ഷെ ബോർഡിനും കേബിളിനും സാരമായ ചെറിയ കേടുപാടുകൾ വരാനായിട്ട് സാധ്യത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയില് കൺട്രോൾ ബോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. കാരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്ന ഈ കേബിളിന്റെ കാര്യം എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും ബാധകമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കൺട്രോൾ ബോർഡിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.